നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. വടക്കു നിന്ന് ഞാൻ VK ചെറിയാൻ, തെക്ക് നിന്ന് അശോക് കർത്ത. ഞങ്ങൾ രണ്ടുപേരും ഓണാട്ടുകരക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്ത് ജനിച്ച ഒരേ സമയത്ത് എന്ന് പറഞ്ഞാല് വർഷങ്ങൾക്ക് അടുത്തടുത്ത വർഷങ്ങളിൽ അടുത്തടുത്ത ജന്മദേശം അടുത്തടുത്ത സ്ഥലങ്ങളിലാണ്. പക്ഷെ ഞാൻ 40-ലധികം വർഷമായി ഡൽഹിയിലും അശോക് കർത്ത നാട്ടിലും. ഞാൻ മെയിൻലൈൻ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോഴും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അശോക് കർത്ത സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അദ്ദേഹമാണ്. അത് ഞാൻ ഇവിടെ BJP നേതാക്കളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചത്? അപ്പോൾ അവരുടെ മറുപടി ഇതായിരുന്നു, കോൺഗ്രസ് ഞങ്ങളുടെ പ്രധാനമന്ത്രിക്കെതിരെ UPCC പ്രസിഡന്റിനെയാണ് നിയോഗിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ. അപ്പോൾ ഒന്നത് കാണിക്കുന്നുണ്ട്, BJP ശരിക്കും അവരുടെ ഏറ്റവും വലിയ എതിരാളിയായി കാണുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. അല്ലെങ്കിൽ ഈ തീരുമാനം ഉണ്ടാകത്തില്ല. അവിടെയാണ് ഈ രാഷ്ട്രീയ യഥാർത്ഥങ്ങൾ മറന്നീക്കി പുറത്തു വരുന്ന പറയത്തില്ല. അതാണ്. എനിക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യത്യസ്ത ഒരു അഭിപ്രായമുണ്ട്. എന്താണത്? സുരേന്ദ്രനെ വയനാടിന്റെ പരിധിക്കുള്ളിൽ ഒതുക്കിയതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ പോയി ശല്യം ചെയ്യത്തില്ല എന്നായിരിക്കും അവർ കണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ്. അദ്ദേഹം മോശക്കാരനായിട്ടൊന്നുമല്ല. പക്ഷേ ഈ കേരളത്തിലെ BJP-ക്കാരുടെ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, നമുക്ക് ഈ ചാനലിൽ കൂടെ ഒന്നും പുറത്ത് പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു സ്ഥാനാർത്ഥി ഡീലിങ്സിനെ പറ്റി മാത്രമാണ് പറയുന്നത്. എന്റെ അടുത്ത് ഡീലിങ്ങിന് വന്നു എന്ന് പറഞ്ഞ് നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഞാൻ ഡീലറാണെന്നല്ലേ? അല്ലേ? അല്ലാതെ ഇപ്പം വേറെന്ത് മനസ്സിലാക്കാനുണ്ട് അതില്? അപ്പൊ ഇതല്ലാതെ വേറൊരു സംഗതിയില്ല. പിന്നെ ഒരു കാര്യവും കൂടെ കേരളത്തിൽ, അത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഭാഗത്തായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതായത് EP ജയരാജനെ CPM-ലെ ഹിന്ദുത്വ ഐക്കണായിട്ട് BJP പ്രതിഷ്ഠിച്ചു കൊടുത്തു. അതാണ് ഞാൻ മനസ്സിലാകുന്നത്. പക്ഷെ അത് ഇന്നിപ്പോ പാർട്ടി അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷനും എടുക്കാതെ അത് അപ്രൂവ് ചെയ്തേക്കില്ലേ പാർട്ടി? അപ്പോ അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ അംഗത്വ ബലത്തില് ഏറ്റവും കൂടുതലുള്ള അത് ഹിന്ദുക്കളാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM തന്നെയാണ്. അതെ. അപ്പം കഴിഞ്ഞ കുറെ കാലമായിട്ട് അതിനെപ്പറ്റി മാധ്യമങ്ങളൊക്കെ നടത്തി ഉണ്ടാക്കിയ ഒരുപാട് ദുരാരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആ ദുരാരോപണങ്ങളെ തുടർന്ന് ഒരുപാട് ആളുകൾക്ക് മനസ്സ് മടുത്തിട്ടുമുണ്ട്. ആ മനസ്സ് മടുപ്പിൽ നിന്നും BJP ഒരു സഹായം ചെയ്തതാണ്, ജയരാജൻ നിങ്ങളുടെ ഹിന്ദു ഐക്കണാണ്, ഇനി ജയരാജന്റെ പിന്നാലെ നിങ്ങൾ കൂടിക്കോ എന്നാണോ അതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു മിനിറ്റൂടെ, ഇദ്ദേഹം EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മികച്ച സംഘാടകനാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര് എന്തൊക്കെ ചെയ്താലും പാർട്ടി ലൈനിന് പുറത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്ന എനിക്ക് വിശ്വാസമില്ല. അപ്പൊ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെന്റിന്റെ പ്രതിപക്ഷത്ത് ആരിരിക്കണം, അല്ലെങ്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് ചർച്ചയ്ക്കിടയിൽ ഇറങ്ങിപ്പോയി ഗാന്ധി പ്രതിമയുടെ ചുവട്ടിലിരിക്കുന്നത് എത്ര പേര് കേരളത്തിൽ നിന്ന് വേണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പില് വന്ന മുഖ്യ വിഷയം. അല്ലാതെ വേറൊരു വിഷയവും ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് 2004 നടന്നത്. 2004 നേരത്തെ ദേവഗൌഡ പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ നടന്നത്. ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ കിട്ടുകയും അന്ന് CPI പോലുള്ള ഇടതുപക്ഷ പാർട്ടികൾ മന്ത്രിസഭയിൽ ചേരാൻ ക്ഷണമുണ്ടായിരുന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് CPM-ആണ്. CPM-ഉം കോൺഗ്രസും രണ്ടുപേരും. ഞാൻ കേട്ടത് VV രാഘവനെ തൃശ്ശൂരിലെ MP ദേവഗൌഡ അദ്ദേഹത്തിനെ മന്ത്രിയാക്കാൻ
താല്പര്യമുണ്ടായിരുന്നു. CPI അദ്ദേഹത്തെ തീരുമാനിച്ചതാണ്. പക്ഷെ കരുണാകരൻ നേരിട്ട് ഇടപെട്ടു. പാടില്ല, എന്റെ ഇതാണ്, തൃശ്ശൂരിൽ പാടില്ല, നിങ്ങൾ CPI വളർത്തുമായിരിക്കും. അങ്ങനെ കോൺഗ്രസിന്റെ ഇതിലാണ് രാഘവൻ മാഷിന് മന്ത്രിസ്ഥാനം പോയത്. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ചാൽ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് BJPക്ക് 250 താഴെയാണെങ്കിൽ അത് പിന്നെയും അതേ ഹിസ്റ്ററി വിൽ റിപ്പീറ്റ് നടത്തില്ലേ പറയത്തില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഈ ആന്തരികമായിട്ട് ഒരു കാര്യം പറയാം. കേരളത്തിലെ കാര്യമാണെങ്കിൽ കേരളത്തിന്റെ ഈ അടിയൊഴുക്കെന്ന് പറയുന്ന, കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയായാലും അടിയൊഴുക്കെന്ന് പറയുന്നത് പ്രീ പോളിലോ പോസ്റ്റ് പോൾ സർവേയിലോ വെളിപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് BJPക്ക് NDAക്ക് എത്ര സീറ്റ് കിട്ടും, കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തില് ഒരു പ്രവചനം നടത്താൻ ഞാൻ തയ്യാറല്ല. ഇനിയും ഒരു കാര്യം പറയാം. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തില് ഞാൻ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു കോൺഗ്രസിന് 100 സീറ്റ് കിട്ടും. അന്നത്തെ ഒരു ഇത് പറഞ്ഞു. അതായത് ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയമാണ്. കോൺഗ്രസിന് അതിപ്പോഴും താങ്കൾ പറഞ്ഞത് ഡൽഹിയിൽ ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അത് വളരെ ഉറപ്പായിട്ട് എല്ലാവരും പറയുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ നമ്പർ സർവേകൾ, ഞാൻ പോലും ഒരു മാധ്യമപ്രവർത്തനായിരുന്നിട്ട് പോലും ഇന്നത്തെ മാധ്യമ സർവേകൾ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ബാംഗ്ലൂരിലായിരുന്നു. എന്റെ ടാക്സിക്കാരനോട് ഞാൻ സംസാരിക്കുക. അദ്ദേഹം എന്തുകൊണ്ട് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ നിൽക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ലോജിക്കില്ലേ, അത് നോക്കിയാൽ മതി. അത് ഞാൻ ഡൽഹിയിൽ കണ്ടിട്ടുണ്ട്. ടാക്സിക്കാരും ഇന്നലെ രാത്രിയിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള അയാള് ബനാറസുകാരൻ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ ഇതും UPയിലെ BJP കഴിഞ്ഞ പ്രാവശ്യം പോലെ ശോഭിക്കുന്നില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അപ്പൊ ഇത് ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി ആത്യന്തികമായി സത്യമായി എടുക്കേണ്ട കാര്യമേ ഇല്ല. ഇതൊരു ട്രെൻഡാണ് കാണിക്കുന്നത്. ആ ട്രെൻഡ് എങ്ങനെയെന്നുള്ളത് പക്ഷെ മീഡിയ ഒക്കെ മാനിപ്പുലേറ്റഡ് ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കുന്നത്, ഞങ്ങൾ അങ്ങനെയായിരുന്നു. മീഡിയ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പോയി ചെറിയ ചായക്കടകളില്, മുറുക്കാൻ കടകളില് നിങ്ങളുടെ ടാക്സിക്കാരനെ ഓട്ടോറിക്ഷ എടുക്കുവാണെങ്കിൽ അത് അവരോടൊക്കെ ചോദിച്ചു പോകും. എന്നുവെച്ചാൽ അവര് ദിവസവും ആൾക്കാരുമായി ഇടപഴകുന്നവരാണ്. അവർക്കും അറിയാം എന്താ ആൾക്കാർ സംസാരിക്കുന്നതെന്ന്. നമ്മളൊക്കെ മനുഷ്യരല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കും. അതിൽ നമുക്ക് ചില സൂചനകളൊക്കെ കിട്ടും. അപ്പൊ ഇന്ന് രാവിലെ എൻ്റെ ഒരു സീനിയർ ഹിന്ദി ജേർണലിസ്റ്റ് വന്നു. അദ്ദേഹം പറയുന്ന ഇതാണ്, ഒരു UPയിലെ ഒരു ശരിയല്ല. കാരണം വെച്ചാൽ രാജ്പുട്സ് ആസ് എ കമ്മ്യൂണിറ്റി അവര് ഇളകിയിട്ടുണ്ട്. അപ്പൊ അത് അവർ ആക്റ്റീവായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നു BJPക്കെതിരെ. മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ വേണ്ട. അപ്പൊ ഇങ്ങനെ 2-3 ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവരുടെ നമ്പേഴ്സ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അവരൊക്കെ വളരെ, ഈ രാജ്പുട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അവരുടെ നമ്പർ വലുതായിരിക്കത്തില്ല, പക്ഷെ അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒത്തിരി പേര് അവർക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ട്രെൻഡ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. നാട്ടിൽ അത് പ്രശ്നം വേണ്ട. നാട്ടിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി ആരെയും പറ്റി പറയാൻ പറ്റത്തില്ല. മുസ്ലിങ്ങളെ പറ്റിയും ക്രിസ്ത്യാനികളെ പറ്റിയും ബാക്കി ഈഴവ സമുദായത്തെ കുറിച്ചോ നായർ സമുദായത്തെ കുറിച്ചോ ആരെ കുറിച്ചും പറയാൻ പറ്റത്തില്ല. ചില എപ്പോൾ ആരോ പറയുന്ന പോലെ എന്ന് വെള്ളാപ്പള്ളി ഇന്ന ആൾക്ക് വോട്ടുണ്ടെന്ന് വോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം തോറ്റിട്ടുണ്ടെന്നാ പറയും. അതുപോലെ തന്നെ NSSന്റെ കഴിഞ്ഞ ഇലക്ഷൻ വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അത് തന്നെ ഒരു ഡിവൈഡറാണ്. അവരൊരിക്കലും പറയത്തില്ല, ഇൻഡിക്കേറ്റ് ചെയ്യും. ചിലപ്പോൾ ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്നത് ലാറ്റിൻ കാത്തലിക് CSIയുടെ അക്കൗണ്ട് വരെ മരവിച്ചിരിക്കുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അവർ പറയും. അത് പറയുമ്പോൾ അവര് ഒരിക്കലും പറയുന്നില്ല ഇന്ന പാർട്ടിയാണെന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഒരു ഇത്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിൽ രാജ്പുട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അവർക്ക് ചുറ്റുമുണ്ട്. അവർ 100 പേരാണെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളത് 250 പേരായിരിക്കും.
അപ്പൊ ഈ ഒരു റിയാലിറ്റി ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇത് വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്ന മലയാളി മനസ്സിലാക്കാത്ത ഒരു ദേശീയത. അത് ഇവിടെ സമുദായങ്ങൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇപ്പം ദളിത് സമുദായം എന്തുകൊണ്ട് ദളിത് OBC ആണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല ആ പാർട്ടികൾക്ക്? അതിന് കാരണം ഇതാണ്. അവര് മാത്രം വിചാരിച്ചാൽ പോരാ. വർഷങ്ങളായിട്ട്, അത് തലമുറകളായിട്ട് രാജ്പൂട്ടുകളെയും പിന്നെ ഖാസ് പ്രമുഖരും പറയുന്ന കേട്ട് വോട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്, ദളിതരും OBC-കളും ഇപ്പോഴും. അപ്പൊ അവരുടെ വോട്ടാണ്. അവരിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ദേശീയതയുടെ പേരിൽ ഒരു വോട്ട് ചെയ്തു BJP. ഈ പ്രാവശ്യം ആ ദേശീയത അല്ല, വേറെ ഇഷ്യൂസ് ഒക്കെ വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇലക്ഷൻ കഴിയുമ്പോൾ ഇതൊക്കെ എന്താണ് അതിന്റെ നെല്ലും പരുന്നും വ്യക്തമാകുള്ളൂ. കേരളത്തില് നമ്മൾ എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. രാഷ്ട്രീയ സാക്ഷരത, വിദ്യാഭ്യാസ സാക്ഷരത ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു ഇഷ്യൂവും, ഒരു സീരിയസ് ഇഷ്യൂ ഇല്ലാതെ നമ്മൾ ആൾക്കാരെ കണ്ണുടച്ച് ഇലക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വാസ്തവമായി മാറിയിരിക്കുകയാണ് അല്ലേ? കേരളത്തിലെ ജീവിതം പോലെ, എല്ലാ കാര്യങ്ങളും പോലെ, വിദ്യാഭ്യാസം പോലെ എല്ലാം തെരഞ്ഞെടുപ്പും ഈസി ഗോയിങ് ആയിട്ട് പോയ ഒരു സാഹചര്യമാണ് ഏപ്രിൽ 26-ാം തീയതി കേരളത്തിൽ കാണാൻ കഴിഞ്ഞു. അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അതാണ് ഒരു പച്ച യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അവിടെ നമുക്ക് നിർത്താം. ഈ വലിയ രാഷ്ട്രീയ ഗ്രാൻഡ് സ്റ്റാൻഡിങ്, വലിയ നിർവ്വാണങ്ങളോ ഒക്കെ ഈ റിയാലിറ്റിക്ക് മുമ്പില് താറുമാറാണ് അല്ലേ? അത്രേ ഉള്ളൂ. ഇതൊരു എന്താണ്, റീലിൽ കവിഞ്ഞ പ്രാധാന്യം കൊടുക്കാത്ത 10% വോട്ടർമാർ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്നവർ ഇനി ശ്രദ്ധിക്കേണ്ടത്. അതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ യഥാർത്ഥ രൂപം. ആ 10% നിങ്ങൾക്ക് ഇങ്ങോട്ട് അവര് പൈലറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് നേരാവണ്ണം പഠിച്ചാൽ രാഷ്ട്രീയക്കാർ മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ അവരുടെ മുകളിൽ കൂടെ ജനത കടന്നു പോകും. നല്ലൊരു നമുക്കത് നിർത്താം. ഇവിടെ സമാപിക്കാൻ പറ്റിയ ഒരു കൺക്ലൂഷനാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും 2020 എല്ലാവരും ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആ 10% 2020 ഇടിച്ചു കയറുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് വേറെ വിഷയം, വേറെ ദിവസം. അല്ല, 2020 പറ്റി നമുക്ക് എന്താണ് ആപ്പിനെ എടുത്തു വെച്ച് സംസാരിക്കേണ്ടതാണ്. അതൊരു വളരെ വിപുലമായ വിഷയമാണ്. അത് മറ്റൊരിക്കലാകാം അല്ലേ? അത് വേറൊരിക്കലാവും. ഓക്കെ, നന്ദി, നമസ്കാരം. നിങ്ങൾ ഞങ്ങളുടെ സംഭാഷണം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്, നിങ്ങളുടെ കമന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വ്യൂവേഴ്സിന്റെ അതെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഊർജം എന്ന് പറയത്തില്ലേ, ഒരു ഇന്ററാക്റ്റീവ് ആയിരിക്കണം. അപ്പൊ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി വീണ്ടും വേറെ സബ്ജക്റ്റുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. താങ്ക് യു.